ഒപ്പം എത്തി ആവലാതിക്കാരിയെ 2ഉം 3ഉം പ്രതികൾ ചേർന്ന് അങ്ങനെ ഒരു സാധനം എന്നുള്ള അസഭ്യ വാക്കുകൾ പറഞ്ഞു. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ അവര് കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് കേട്ടല്ലോ, എപ്പോഴാ വിസിറ്റ് ചെയ്തത്? 1-ാം തീയതി. ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത് 1-ാം തീയതി. FIR വന്നപ്പോഴത്തേക്കിന് അത് 30-ാം തീയതിയായി മാറി. കല്യാണിയുടെ സ്കിൻ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 2025 അവസാനത്തോടു കൂടി Therefore I Am എന്ന് പറയുന്ന ഒരു സ്കിൻ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടുന്നു. അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു. തുടർച്ചയായ ഒരു 6 മാസം ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ തൊലി അവിടെ കാണിക്കുകയും അവിടുന്ന് വ്യക്തമായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നില്ല. എന്നാൽ ഈ 6 മാസത്തിനിടയിൽ തന്നെ ഇതേ പെൺകുട്ടി ഇതേ തൊലിയിൽ തന്നെ പല കാര്യങ്ങളുടെ പ്രൊമോഷനും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ റിസൾട്ട് കിട്ടുമെന്നുള്ളൊരു വലിയ ചോദ്യമായിരുന്നു നമ്മളെ പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉന്നയിച്ചൊരു കാര്യം. എന്തായിക്കോട്ടെ, ആ പെണ്ണിന് ഇപ്പൊ റിസൾട്ട് വേണ്ടെന്ന്. ആ പെണ്ണിന് എന്തോ വേണ്ടത്? ഇതുവരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആ ബില്ലിന്റെ കോപ്പി അല്ലെങ്കിൽ തന്നേക്ക്. ഞാൻ വലിയൊരു 6 സംഖ്യയാണ് നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത്, അതിന്റെ എല്ലാം കോപ്പി തന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ഒരു റീല് പുട്ടുപുഴുങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ Therefore I Am കല്യാണി പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് എടുത്തു വെച്ച് എല്ലാവരും റിയാക്ട് ചെയ്യുന്നു. അതിനെ തുടർന്ന് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും ഡോക്ടർ ഫാത്തിമയുടെ ചെറിയൊരു വോയിസ് ക്ലിപ്പും പുറത്തു വരുന്നു. അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവരുടെ വന്നായിരുന്നു, നമ്മൾ അതിൻ്റെ ബില്ല് ആയിട്ടുള്ള രേഖകൾ അവർക്ക് അപ്പം കൈമാറിയിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് ത്രൂ അയച്ചു കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നു. തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മൈ ബേബി കല്യാണിയുടെ അക്കൗണ്ടിൽ ഒരു ലെങ്തി വീഡിയോ വരുന്നു വിത്ത് പ്രൂഫ്, ഡേറ്റ്, കാര്യങ്ങൾ, വിഷ്വൽസ്, CCTV വിഷ്വൽസ്, ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്നും ഒരു CCTV വിഷ്വൽസ്, പെൺകുട്ടികളുടെ സൈഡിൽ നിന്നും ഒരു വിഷ്വൽസ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അതെല്ലാം അവിടെ വെച്ച് നിർത്തുന്നു. പിന്നെ ഇത് കേസിന്റെ വഴിക്ക് പോവാണെന്ന് പറയുന്നു. അപ്പോഴും നമുക്കറിയാവുന്ന കേസ് എന്താണ്? ബില്ല് കിട്ടിയിട്ടില്ല, ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് അല്ലേ? ഇവിടെ ഈഗോ ടച്ച് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുട്ടം വിഷയത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കല്യാണി കാണിച്ചിട്ടുള്ള മാനിപ്പുലേഷൻ എന്താണെന്നും നമ്മളെ പോലുള്ള ഈ കാണുന്ന ജനങ്ങളെ ഏത് രീതിയിലാണ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ട് മനസ്സിലാക്കുക. FIRന്റെ കോപ്പിയൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. FIR ഇട്ടിരിക്കുന്നത് 27-ാം തീയതി കഴിഞ്ഞ മാസമാണ്. അതായത് 7-ാം മാസം 27-ാം തീയതി രാത്രി 11:53-54 അങ്ങാണ്ടാണ് ഈ FIR തന്നെ ഇട്ടിരിക്കുന്നത്. ഏകദേശം ഈ കേസ് നടന്ന എപ്പോഴാണെന്ന് നോക്കണം, 1 മാസത്തിന് മുമ്പാണ്. ഇപ്പൊ ഈ FIR വന്നപ്പോഴത്തേന് അതിനകത്തുള്ള പരാതി എന്താണെന്ന് സത്യം പറഞ്ഞാൽ കുട്ടി മാമ ഞാൻ ഞെട്ടി. മാമ വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിയത് പോരാഞ്ഞിട്ട് കല്യാണി നമുക്ക് മുന്നിലേക്ക് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ എക്സ്പ്ലനേഷനകത്ത് പറഞ്ഞിട്ടുള്ളത് യാതൊരുവിധ കാര്യങ്ങളും ആ പരാതിയിലില്ല. നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറിത്തിങ് വകുപ്പ് എന്താണെന്നും അതിൻ്റെ ശിക്ഷാവിധികൾ എന്താണെന്നും ഇത് എത്രത്തോളം കേസ് നിൽക്കുന്നതാണെന്നും ആ കേസിനകത്ത് ഇവർ കൊടുത്തുള്ള പരാതി ഏത് തരത്തിലുള്ളതാണെന്നും ഞാൻ കാണിച്ചു തരാം. എന്തായാലും ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെയാണ് ഈ കൊല്ലംകാരിയായിട്ടുള്ള ഈ പെൺകുട്ടി കേസ് കൊടുത്തിരിക്കുന്നത്. പുള്ളിക്കാരുടെ ഹസ്ബൻഡും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അതും ഒരു പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയർഫോഴ്സോ അല്ലെങ്കിൽ MVD ആണെന്ന് തോന്നുന്നു ആയിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചു. അപ്പം അതിൻ്റെ ഒരു പിടിപാട് കാണുമല്ലോ. ആ കേസ് വായിക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇതൊരു സാധാരണ ഒരുത്തൻ എഴുതിയ ഒരു സാധനമല്ല. അത്യാവശ്യം മൂള വെച്ച് ബന്ധപ്പെട്ട ഒരുത്തൻ കുരുക്കാൻ വേണ്ടി ഇട്ടൊരു സാധനമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവിടെ. കാരണം നമ്മൾ ഈ കേസ് എന്തുവാന്ന് മനസ്സിലാക്കി വന്നിട്ട് പെട്ടെന്ന് അത് വായിക്കുമ്പോഴേ ഇതെന്തോടെ ആടിനെ പട്ടിയാക്കുന്നോ? ഇതെനിക്ക് മാത്രം തോന്നുന്ന കാര്യമല്ല, നിങ്ങൾക്കും തോന്നും, സത്യമായിട്ട് തോന്നിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇത് വായിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തോന്നിപ്പിച്ച് കാണിച്ചു തരുന്നത് തന്നെ ആയിരിക്കും. ആദ്യമേ തന്നെ മൈ ബേബി കല്യാണി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നിട്ട് ഓരോ ഡേറ്റിനകത്തും ഈ പെൺകുട്ടി കാണിച്ചിട്ടുള്ള മാനിപ്പുലേഷൻ വ്യക്തമായിട്ട് പ്രൂഫ് സഹിതം ഞാൻ കാണിച്ചു തരാം. ആദ്യമേ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്: കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ എൻ്റെ ചികിത്സാ അനുഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്നറിയാം. ഇതുവരെ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കാതിരുന്നത് ബോധപൂർവമാണ്. ആര് പറഞ്ഞ് പരസ്യമായിട്ട് പ്രതികരിച്ചില്ലെന്ന്? തൻ്റെ പ്രൊഫൈലിൽ തന്നെ കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ, അതായത് റീൽസ് ആയിട്ടൊരു വീഡിയോയും അതിനുശേഷം ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ഒരു ലെങ്തി വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 6 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എടുത്തു വെച്ച് ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിയാക്ട് ചെയ്ത ആൾക്കാരിൽ പല വ്യക്തികൾക്ക് നിങ്ങൾ യൂട്യൂബ് മുഖാന്തരം നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പരസ്യമായിട്ട് പ്രതികരിച്ചില്ല എന്ന് പറയാൻ ആ വീഡിയോ നിങ്ങൾ ആരും കാണാതെ ബാത്റൂമിൽ എങ്ങാണോ ഒളിച്ചിരുന്ന് എടുത്ത വീഡിയോ ആണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് മാത്രമേ ചോദിക്കാനുള്ളൂ. അല്ലാതെ പിന്നെ പരസ്യമായിട്ട് ഇട്ടിട്ട് പറയാം ഞാൻ പരസ്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല. അപ്പോൾ കാണുന്ന നമ്മളെല്ലാം എന്തോ നമ്മളപ്പോൾ രഹസ്യമായിട്ടെടുത്ത വീഡിയോ ആണോ നമ്മളുടെ വീഡിയോ വഴി കണ്ടോന്ന് തോന്നിപ്പോത്തില്ലേ? അത്രയേ ഉള്ളൂ. ബാക്കി ഇത്
നിയമപരമായ നടപടിയുടെ ഭാഗമായതിനാൽ ആ പ്രക്രിയയെ മാനിച്ചുകൊണ്ടാണ് ഞാൻ മൗനം പാലിച്ചത്. എന്നാൽ ചില വസ്തുതകൾ പങ്കുവെക്കേണ്ടത് ആവശ്യമെന്ന് തോന്നുന്നു. ഇവ എൻ്റെ വാക്കുകളല്ല, ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ രേഖാമൂലം സ്ഥിരീകരിച്ച കാര്യങ്ങളാണ്. അതായത് മനുഷ്യാവകാശം, മൗലിക അവകാശം ഒക്കെ വെച്ചിട്ട് പെൺകുട്ടി പോയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു 3 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് കേൾപ്പിച്ചിട്ട് അതിൻ്റെ ഓരോ പ്രൂഫും തെളിവും ഞാൻ കാണിച്ചു തരാം. അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD USA രേഖാമൂലം സ്ഥിരീകരിച്ചത് അവർ കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന പേരിൽ യാതൊരു കോഴ്സോ സ്പെസിഫിക്കേഷൻസോ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നതാണ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഒരു RTI അപേക്ഷയ്ക്ക് മറുപടിയായി ഞങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്ററിൽ ആവശ്യപ്പെട്ട വ്യക്തിക്ക് യാതൊരു രജിസ്ട്രേഷനും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ RTA വഴി അറിഞ്ഞതുകൊണ്ട് നമുക്ക് അതിനകത്ത് പറയാൻ വലിയ ബാധ്യസ്ഥനല്ല. നമ്മൾ അതിനകത്ത് അത് ഉണ്ടെന്നൊന്നും പറയാൻ നമ്മളല്ല. കാരണം ആ പെൺകുട്ടികളിൽ പ്രൂഫ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ പ്രൂഫ് എന്തായാലും നിയമപരമായിട്ട് നിങ്ങൾ നേരിടുമ്പോഴും നമുക്കറിയാമല്ലോ ആര് വിജയിക്കുന്നുള്ളത്. ഇപ്പം ഈ പറയുന്ന ഡോക്ടർ ഫാത്തിമ നിറൂഫ് ഷെരീഫ് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രേഖാമൂലം എല്ലാം ഉണ്ടെന്നുള്ളതായിരിക്കുമല്ലോ. മറിച്ച് കല്യാണി വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണി അന്വേഷിച്ചെടുത്ത കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് ആ പരാതിയിലേക്ക് വരാം. പരാതിയിലാണ് ഇതിൻ്റെ ഏറ്റവും ഒരു സാധനം ഇരിക്കുന്നത് കേട്ടോ. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് ഹെൽത്ത് ട്രിവാൻഡ്രം ഒരു RTA അപേക്ഷയ്ക്ക് മറുപടിയായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 3 സ്ഥിരീകരണങ്ങളും ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല. അതാത് സ്ഥാപനത്തിൽ ഔദ്യോഗികമായി രേഖാമൂലം നൽകിയവയാണ്. ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരു ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ ഈ വിഷയം നിയമപരമായി പരിഗണനയിലായതിനാൽ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എൻ്റെ പ്രേക്ഷകരോട് ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഈ പ്രക്രിയ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കൂടുതൽ വിവരങ്ങൾ ഉചിതമായ ഘട്ടങ്ങളിൽ പങ്കുവയ്ക്കും. നന്ദി എന്ന് ജീവലക്ഷ്മി KR. കൊല്ലത്തു നിന്നുള്ള ജീവലക്ഷ്മി ഒരു കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് സ്വന്തം ആരാധകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ പുറകിൽ നിന്നും പോയിട്ടില്ല, ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഉണ്ട്, ഇതിന്റെ സത്യസന്ധത എന്താണെന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്ത് കൊണ്ടുവരണം? സത്യസന്ധത, സത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന, കല്യാണിയാണെങ്കിലും ശരി ഫാത്തിമയാണെങ്കിലും ശരി, എത്തിക്കുന്ന ആ ഒരു ഇൻഫർമേഷനിലാണെങ്കിലും ട്രീറ്റ്മെന്റിലാണെങ്കിലും അതിൽ സത്യസന്ധതയും അതിൽ സുതാര്യതയും വേണം. അത്രയല്ലേ ഉള്ളൂ. ഇനി നമ്മൾ ഈ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ ഈ പെൺകുട്ടി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബൈറ്റ് ഞാൻ അതിനകത്ത് എടുക്കും. അതെടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഈ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ഡോക്ടറെ കുറിച്ചൊരു കാര്യം, ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ് ഹോൾഡ്സ് ആൻഡ് MSc ഇൻ ഡെർമറ്റോളജി ഫ്രം കിങ്സ് യൂണിവേഴ്സിറ്റി ലണ്ടൻ ആൻഡ് വർക്ക്സ് ആസ് അസ്തെറ്റിക് ഫിസിഷ്യൻ ആസ് ഓണ്ടർപ്രണർ. ഓക്കെ, അടുത്ത റോൾ എന്ന് പറഞ്ഞ CE മറ്റേത് മറിച്ചത് സ്കിൻ കെയറും കാര്യങ്ങളും ബാക്കി കാര്യങ്ങൾ ട്രെയിനിങ് ആൻഡ് ഹോൾസ് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഡെർമറ്റോളജി ഫ്രം കിങ്സ് യൂണിവേഴ്സിറ്റി ലണ്ടൻ എന്ന് പറഞ്ഞാണ് ഈ സാധനം കിടക്കുന്നത്. അപ്പം അതല്ലാതെ നമ്മൾ ഈ പെൺകുട്ടി രേഖാമൂലം ഇത് പലത് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നത്. അപ്പം അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് രേഖാമൂലം ഒന്നും കിട്ടിയിട്ടില്ല. ഇവർക്ക് ഈ ഡിഗ്രി ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള രേഖാമൂലമുള്ള സാധനം നമ്മുടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പറഞ്ഞ കാര്യത്തിന് സാധുവാക്കുന്ന ഗൂഗിളിൽ കൊടുക്കുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഒരു FIR പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ FIR പോസ്റ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞുണ്ടല്ലോ, കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തേ? എടാ, ചില വീഡിയോ ഞാൻ നല്ല കോമഡി രീതിയിൽ അവതരിപ്പിക്കും, ചില വീഡിയോ ഞാൻ നല്ല സീരിയസ് ആയിട്ട് അവതരിപ്പിക്കും, ചില വീഡിയോ ഞാൻ വെറും കോമാളിത്തരമാവും, ചില വീഡിയോയ്ക്കകത്ത് ഞാൻ ഓവർ ആക്ടിങ് ആവും. അപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടെന്ന് വിലയിരുത്തിക്കൂടെ ഞാൻ ഏത് തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നു? അതിന് എന്ത് വേണം? സബ്സ്ക്രൈബ് ചെയ്യണം, കൂടണം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അത് എൻ്റെ ഒരു സബ്സ്ക്രൈബ് കൗണ്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണിന് എന്ത് സന്തോഷമാണെന്ന് അറിയാവോ? ഞാൻ ഇത്രയും തൊണ്ട കീറി പനി മൂക്ക് വലിച്ചോണ്ടൊക്കെ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നത്. ഒരു സാമാന്യ മര്യാദ, സാമാന്യ ബോധം കാണിക്കടേ ഈ വീഡിയോ കാണുന്നവർ. ഇച്ചിരി സ്നേഹം കാണിക്കുക. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റേ ആനിമൽ പ്ലാനറ്റിൽ കിടക്കുന്ന ആൾക്കാരൊന്നുമല്ല, സാധാരണ മനുഷ്യർ തന്നെ. പുറത്തോട്ട് നിങ്ങളെപ്പോലെ ചോറൊക്കെ കഴിക്കുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷം വേണ്ട, അതൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നെ. ഞാൻ ഒന്ന് ചിരിച്ചോട്ടടാ, ഒന്ന് സന്തോഷിപ്പിക്കുക, അത്രേ ഉള്ളൂ.
അപ്പം ഈ ആക്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലായിട്ട് 5, 6, 7 ആക്ടുകളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. BNS-നകത്തുനിന്ന് 5 എണ്ണം, കേരള പോലീസ് ആക്ടിൽ നിന്ന് 1 എണ്ണം, പിന്നെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് 2021 പ്രകാരം 1 വകുപ്പ്. അങ്ങനെ മൊത്തം 5 വകുപ്പുകളാണ്. കേരള പോലീസ് ആക്ട് ഇനി ആക്ട് കാണിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഈ ആവലാതിക്കാരുടെ പരാതി എന്താണെന്ന് കാണണ്ടേ. അതായത് ഇവരൊരു പരാതി കൊടുക്കുമ്പം അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് കാണുമല്ല, പരാതിയെ സാധൂകരിക്കുന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് വായിക്കാം. 1-ാം പ്രതി ആവലാതിക്കാരിയെ ചതിച്ച് വഞ്ചിച്ച് അന്യായമായ ധനലാഭവും ആവലാതിക്കാരിക്ക് അന്യായ ധനനഷ്ടവും ഉണ്ടാകുമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഒന്നാം പ്രതി നടത്തിവരുന്ന കരവൻകോണം ഭാഗത്തു ദെയർഫോർ ഐ ആം നിലുഫർ അസ്തെറ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ചികിത്സയ്ക്ക് വന്ന ആവലാതിക്കാരിയോട് ലണ്ടനിലെ കിങ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഡെർമറ്റോളജി ബിരുദമുണ്ടെന്നും അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി USA-യിൽ നിന്നും കോസ്മെറ്റിക് കെമിസ്ട്രിയിൽ സ്പെഷ്യലൈസേഷൻ നേടിയിട്ടുണ്ടെന്നും കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം അനുമതി ഉണ്ടെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച് 2025 ഒക്ടോബർ മാസം മുതൽ 2026 മെയ് മാസം 6-ാം തീയതി വരെ 1-ാം പ്രതിയുടെ സ്ഥാപനത്തിൽ ചികിത്സ നടത്തിയ ചികിത്സാ രേഖകളും ബില്ലുകളും ആവശ്യപ്പെട്ട് 30/5/2026 തീയതിയിൽ വൈകുന്നേരം 3 മണിയോടുകൂടി ഈ സ്ഥാപനത്തിൽ ഭർത്താവിനോടും മകനോടും ഒപ്പം എത്തി ആവലാതിക്കാരിയെ 2ഉം 3ഉം പ്രതികൾ ചേർന്ന് അങ്ങനെ ഒരു സാധനം എന്നുള്ള അസഭ്യ വാക്കുകൾ പറഞ്ഞു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഭർത്താവിന്റെ ജോലി കളയുമെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്നും പറഞ്ഞു. 2 കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് സാധൂകരിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം ഡേറ്റ് 30-ാം തീയതി 30/6 ഇവർ പറഞ്ഞിരിക്കുന്ന ഈ വസ്തുതാപരമായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 30/5/2026 അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഇവർ ആരൊക്കെ ഉണ്ടായിരുന്നു? 3 പേര്. അതായത് ഈ പെൺകുട്ടി, ഭർത്താവ്, അവരുടെ മകൻ. അപ്പൊ ഇവരോട് ഒരു ഇംഗ്ലീഷിലൊരു അസഭ്യ വാക്ക് അവിടുത്തെ ഡോക്ടർ, അതായത് 2-ാം പ്രതിയായിട്ടുള്ള 2-ാം പ്രതിയുടെ പേര് ഞാനൊന്ന് വായിക്കാവേ. 2-ാം പ്രതിയുടെ പേര് നമിത, ഡോക്ടർ നമിതയും 3-ാം പ്രതിയായിട്ടുള്ള അതിനകത്ത് അവിടുത്തെ മാനേജർ ശ്രുതിയും, ഇവർ രണ്ടുപേരും ചേർന്ന് 2ഉം 3ഉം പ്രതികൾ ചേർന്ന് ചെയ്തെന്ന് പറഞ്ഞു. മൊത്തം ഇതിനകത്ത് 3 പ്രതിയാണ്. 1 നമ്മുടെ ഡോക്ടർ ഫാത്തിമ നിറുഫർ ഷെരീഫ്, 2 പറഞ്ഞ നമിത, 3 ശ്രുതി. ഓക്കെ. അപ്പോൾ ഈ ശ്രുതിയൊക്കെ ഈ പറഞ്ഞ സ്റ്റേഷനിൽ വന്ന് ഹാജരായിട്ടൊക്കെ ഉണ്ട്. അവരുടെ മൊഴികളും കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് തന്നെ ഉണ്ട്. അപ്പം ഈ 2-ാം പ്രതിയും 3-ാം പ്രതിയും കൂടെ ചേർന്നിട്ട് ഇവരെ ഒരു ഇംഗ്ലീഷിൽ ഒരു അസഭ്യ വാക്ക് പറയുന്ന ഡേറ്റ് എന്നാണ് നിങ്ങൾ ആലോചിക്കണം, വ്യക്തമായിട്ട് ആലോചിക്കണം. എന്നാണ് 30/5/2026 ആ ഡേറ്റ് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ക്ലിപ്പിനും കാണണം. ഇനി കഴിഞ്ഞ 1 മാസം മുമ്പ് ഈ പെൺകുട്ടി എക്സ്പ്ലനേഷനുമായിട്ട് ഒരു വീഡിയോ നമുക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വീഡിയോയിൽ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ 1 ഇഞ്ച് വിടാതെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇതിലുള്ള വെറും വൃത്തികെട്ടെന്ന് വെച്ചാൽ വെറും വൃത്തികെട്ട മാനിപ്പുലേഷൻ എന്താണെന്ന് ഞാനത് കാണിച്ചു തരാം. അതിന്റെ മുന്നിൽ ഡേറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ 1/6/26 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ അവര് കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് കേട്ടല്ലോ, എപ്പോഴാ വിസിറ്റ് ചെയ്തത്? 1-ാം തീയതി. ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത് 1-ാം തീയതി. FIR വന്നപ്പോഴത്തേക്കിന് അത് 30-ാം തീയതിയായി മാറി. അതെങ്ങനെ? നിങ്ങളുടെ പ്രേക്ഷകർക്ക് കഴിഞ്ഞ 1 മാസം മുമ്പ് കല്യാണി കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ആണ് 1-ാം തീയതിയാണ് ഞങ്ങൾ ക്ലിനിക്ക് വിസിറ്റ് ചെയ്തതെന്ന്. പക്ഷെ FIR വന്നപ്പോൾ അത് 30-ാം തീയതിയായി. അപ്പൊ നമുക്ക് അവിടെ വരുന്ന കാര്യം എന്താണെന്ന് അറിയോ? ഒരു മെറ്റാ ക്ലാസ് വന്നിട്ട് അവിടെ പ്രശ്നമുണ്ടാക്കിയ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിനെ സാധൂകരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് തെളിവായിട്ട് വരുമായിരിക്കും. കാണാം ബാക്കി. എന്റെ ട്രീറ്റ്മെന്റിന്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. അതായത് ഈ 1-ാം തീയതിയാണ് അവിടെ ചെന്നതെന്നും ട്രീറ്റ്മെന്റിന്റെ ബില്ല് ആവശ്യപ്പെട്ട കാര്യങ്ങളെ അവിടെ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ളതും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ക്ലിപ്പുകൾ ഞാൻ ഒന്നുകൂടി ഇതിനകത്ത് വെക്കാം. ഇത് കറക്റ്റ് ആയിട്ടുള്ള ക്ലിപ്പാണ്, 1-ാം തീയതിയിലുള്ള ക്ലിപ്പാണ്.
നിങ്ങൾ കൊടുത്ത FIR-നകത്ത് 30-ാം തീയതി അവിടെ മകനുമായിട്ട് കൂടി ചെന്നപ്പോഴാണ് അവിടെ പ്രശ്നമുണ്ടായതെന്നും അവര് ഒരു ഇംഗ്ലീഷിൽ ഒരു ചീത്ത നിങ്ങളെ വിളിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇതുപോലെ എക്സ്പ്ലനേഷൻ വീഡിയോ കഴിഞ്ഞ മാസം ഇട്ടപ്പോഴത്തേക്കിന് അതിനകത്ത് നിങ്ങൾ 30-ാം തീയതി അവിടെ പോയിട്ടുള്ള കാര്യവും അവിടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടന്ന കാര്യവും നിങ്ങൾ പറയാൻ എന്താ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അവിടെ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം സാധൂകരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഫേവർ ചെയ്തല്ലേ അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള കേസിനകത്ത് എത്രത്തോളം സ്ട്രോങ്നെസ് ഉണ്ട് ഞാൻ വകുപ്പുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഈ സാധനം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് വെക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ കാണണം. കാരണം ഇത് അന്നേ ദിവസം, അതായത് 1/6 അവിടെ നടന്ന കാര്യമാണ്. 1-ാം തീയതി 6-ാം മാസം അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. വ്യക്തമായിട്ട് അവിടെ വരും. അവർ സൈലന്റ് ആയിട്ടൊരു വീഡിയോ ക്ലിപ്പുകൾ എടുക്കുന്നു. എനിക്കിപ്പോൾ മനസ്സിലായെന്തിനെന്നറിയോ, ഈ 1-ാം തീയതി പോയ കാര്യം മാത്രം ജനങ്ങൾക്ക് മുന്നിലേക്ക് വിട്ടിട്ട് ഇതുപോലൊരു ക്ലിപ്പ് ഇവർ പുറത്ത് വിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗം ക്ലിയർ ആണ് എന്ന് അവർ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തതാ. സീരിയസ്ലി റീക്രിയേറ്റ് ചെയ്ത ദൃശ്യം സിനിമയിൽ ജിത്തു ജോസഫ് ഉണ്ടാക്കി മോഹൻലാലിനെ കൊണ്ട് അഭിനയിപ്പിച്ചത് എന്ത് സാധനമാണോ അതേ സാധനം തന്നെ റീക്രിയേറ്റ് ചെയ്തു നമുക്ക് മുന്നിലേക്ക് ഇട്ടു. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാര്യങ്ങളോ വരുമ്പോഴത്തേനും അത് കാണുന്ന ജനങ്ങൾ കണ്ടങ്ങ് വിശ്വസിച്ചു കൊള്ളും എന്ന രീതിയിലേക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അത് വിശ്വാസത്തിലൂടെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു വെറും പ്രഹസനം, വെറും തേർഡ് റേറ്റ് നാടകമായിട്ട് എനിക്കിത് കാണാനായിട്ട് സാധിക്കൂ. സീരിയസ്ലി അല്ലായിരുന്നുണ്ടെങ്കിൽ ഇവർ 30-ാം തീയതി അവിടെ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ എന്താണെന്ന് 30-ാം തീയതി അവരവിടെ പോയിട്ടുണ്ടെന്ന് അവർ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞേനും. അവർ പറഞ്ഞോ? ഇല്ല. ഞങ്ങൾ 30-ാം തീയതിയാണ് ഈ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്നതെന്ന്. എന്നാൽ കഴിഞ്ഞ 20-ാം തീയതി ഇവർ അവിടെ ചെന്നിട്ടുണ്ട്. അതിനെപ്പറ്റി യാതൊരുവിധ കാര്യങ്ങൾ ഇവർ പറയുന്നില്ല. ഇനി ഞാൻ അടുത്ത ഈ പെണ്ണിന് പറയാനുള്ള ഒരു കാര്യം കൂടെ ഞാനത് വെക്കാം. അതെന്തിനാ സാധൂകരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന്, ആ ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഇംഗ്ലീഷിൽ ഒരു പരമ ചീത്ത വാക്കുകൾ കേട്ട ഈ ഭാര്യ, മകൻ, ഭർത്താവ്, ഇവർ 3 പേരും കൂടെ അവിടെ നിന്നും ഏത് രീതിയിലാണ് ഇറങ്ങി വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടല്ലോ. ഈ മകൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അവിടെ എവിടെങ്കിലും കാണാനായിട്ട് സാധിച്ചോ? ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്ന് ഒരു CCTV വിഷ്വൽസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട എനിക്കും അച്ഛനും പോലീസുമായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒരു മകനെയോ മകളെയോ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി അവർക്ക് പറയാനുള്ളത് കേൾക്കാം. അപ്പോൾ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ഓൾറെഡി നമ്മൾ ബില്ല് ചോദിക്കുന്നുണ്ട്, ഫയൽ ചോദിക്കുന്നുണ്ട്, അതിന് മെയിൽ അയക്കുന്നുണ്ട്, അവരോട് ചോദിക്കുന്നുണ്ട്. അവർ വാട്സപ്പിൽ ബില്ല് റിപ്ലൈ തന്നിട്ടുണ്ട്. അതായത് ഞാൻ മുടക്കിയേക്കുന്നത് ഒരു 6 അക്ക സംഖ്യയാണ്. ആ 6 അക്ക സംഖ്യയും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ ആ മെറ്റാ ഗ്ലാസ് വെച്ച് എടുത്തു എന്ന് പറയുന്ന ഒരു വിഷ്വൽ ഉണ്ട്. അത് ഈ പറയുന്ന 30-ാം തീയതി ആവാം. അതുകൊണ്ടാണ് ഈ കേസ് ഈ രീതിയിലേക്ക് സാധനം വഴിതെറ്റിച്ച് നമുക്ക് മുന്നിലേക്ക് ഒരു കണ്ടാൽ പോലും മനസ്സിലാകാത്ത രീതിയിലേക്ക് കൊണ്ട് എത്തിച്ചത്. അടുത്തത്, ഈ സ്ഥാപനത്തിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന സമയം അനുവാദമില്ലാതെ 2ഉം 3ഉം പ്രതികൾ ഫോണിലും ടാബിലുമായി ആവലാതിക്കാരിയുടെ ഫോട്ടോസും വീഡിയോസും ചികിത്സയുടെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞെടുത്ത് ബില്ലുകൾ ചോദിച്ച സമയം ആവലാതിക്കാരുടെ ഫോട്ടോയും വീഡിയോയും മോർഫ് ചെയ്ത് പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചികിത്സാ ബില്ലുകൾ ചോദിച്ചപ്പോൾ വ്യാജ ബില്ലുകൾ നൽകി യാതൊരുവിധ രജിസ്ട്രേഷനോ യോഗ്യതയോ ഇല്ലാതെ 1-ാം പ്രതിയായ ഫാത്തിമ ഷെരീഫ് എന്ന ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി ചികിത്സ നടത്തി ആവലാതിക്കാരിയുടെ കയ്യിൽ നിന്നും 4,71,000 രൂപ ചതിച്ച് വഞ്ചിച്ച് കൈക്കലാക്കുകയും ബില്ലുകൾ ചികിത്സാ രേഖകളും ആവശ്യപ്പെട്ടപ്പോൾ 2ഉം 3ഉം പ്രതികൾ ആവലാതിക്കാരിയെ ചീത്ത വിളിച്ച് ഭീഷണിപ്പെടുത്തിയും ആവലാതിക്കാരിയുടെ അനുവാദമില്ലാതെ വീഡിയോയും ഫോട്ടോയും എടുത്തതിനും സ്ത്രീ എന്ന നിലയ്ക്ക് ആവലാതിക്കാരിയുടെ ന്യായമായ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തിയും പ്രതികൾ മേൽ വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അവർ കൊടുത്തിരിക്കുന്ന മൊഴി പ്രകാരം പോലീസ് സ്റ്റേഷനിൽ ഒരു മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഫോട്ടോസൊക്കെ മോർഫ് ചെയ്ത് ഒരു പുറത്തു വിടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓരോ സ്റ്റേറ്റ്മെന്റ് അതൊന്നും എനിക്ക് എത്രത്തോളം കൺവിൻസ് ആവുന്നു എന്നുള്ളത്
ചിന്തിക്കേണ്ടിയിരിക്കേണ്ട കാര്യം തന്നെയാണ്. എനിക്കറിയാൻ സാധിച്ച ഒരു 18 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന മൈബേബെ കല്യാണി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമല്ല, ഒരുപാട് സെലിബ്രിറ്റീസ്, വലിയ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ 18 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഒട്ടനവധി ബ്രാഞ്ചുകളുമായിട്ട് മുന്നിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് ഇതൊക്കെ നോട്ട് പോസിബിൾ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. അതിന് യാതൊരു തെളിവും എനിക്ക് തരാനില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഡോക്ടറെ പരിചയമില്ല, ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ അവരുടെ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു 18 വർഷമായിട്ട് ഇതുപോലെ ഒരു ക്ലിനിക്കുമായിട്ട് ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്. മഞ്ജു വാര്യറൊക്കെ പോയിട്ടുള്ളതും പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്കറിയത്തില്ല എനിക്ക് എന്താണ് ഇവിടെ ഉണ്ടായ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നതെന്നറിയോ. ഞാൻ നിലൂഫർ ഷെറീഫിൻ്റെ ഒരു ഓഡിയോയിൽ ഞാൻ കേട്ടായിരുന്നു. ഈ ഓഡിയോയിൽ അവർ പറയുന്നുണ്ട്, ട്രിവാൻഡ്രത്തുള്ള മറ്റൊരു ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കിൽ ഇവർ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അവർ കൊടുക്കുന്ന മെഡിസിൻ ലീഗൽ അല്ലാത്തൊരു സാധനമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നിലൂഫർ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേട്ട സമയത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ അന്നത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് നിങ്ങൾ അത് ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾ പറയണം. ആ ഹോസ്പിറ്റലിൽ മെഡിസിൻ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനുഷ്യരുടെ ദേഹത്തോടല്ലേ ചെല്ലുന്നത്. അപ്പം നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ ഒരേ ഒരു ഡോക്ടറല്ലേ, ഒരേ ഫേമിൽ വർക്ക് ചെയ്യുന്നതല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. മേ ബി എൻ്റെ ഇൻഡ്യൂഷൻ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ക്ലിനിക്കുകാർ ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം. അവരും മേ ബി ഈ പറയുന്ന കല്യാണിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ ഈ ഒരു സാധനം കറക്കി ഈ രീതിയിലേക്ക് കൊണ്ടുവന്നു ഒരു ബില്ല് ചോദിച്ചടുത്തു നിന്നും ഇട്ടിരിക്കുന്ന ആക്ട് പ്രകാരം നോക്കുമ്പോഴത്തേക്കിന് ഈ സ്ഥാപനം ഒന്നുമല്ല എന്നും ഡോക്ടർ ഒന്നുമല്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും കണ്ടിട്ട് അങ്ങോട്ടും അത്ര വ്യക്തമായിട്ട് ദഹിക്കുന്നില്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഞാൻ ഇനി ഓരോ ആക്ടുകൾ ഇതിനകത്തുള്ള ഓരോ ആക്ട് പ്രകാരം ഞാൻ കാണിക്കാം. ആദ്യത്തതും ഈ BNS-നകത്ത് കിടക്കുന്ന 318(4) എന്ന് പറയുന്ന ആക്റ്റാണ്. ഈ ആക്ട് പ്രകാരം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ടുള്ള വഞ്ചന, സത്യസന്ധത ഇല്ലാതെ സ്വത്ത്, പണം അല്ലെങ്കിൽ വിൽക്കപ്പെട്ട സെക്യൂരിറ്റികൾ കൈമാറാൻ ഒരാളെ പ്രേരിപ്പിക്കൽ എന്നീ ക്രിമിനൽ കുറ്റങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഈ 318(4) എന്ന് പറയുന്ന ആക്ട് കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്തത് 319(2). 319(2) എന്ന് പറയുന്നത് മറ്റൊരാളായി നടിക്കുക, ഐഡന്റിറ്റികൾ കൈമാറുക അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വിവരങ്ങൾ ആ വ്യക്തി യഥാർത്ഥമോ സാങ്കല്പികമോ ആകട്ടെ വ്യാജമായി നിർമ്മിച്ച് വഞ്ചിക്കുക. ഇതാണ് രണ്ടാമത്തെ ആക്ട് പറയുന്നത്. മൂന്നാമത്തത് 336(2) എന്ന് പറയുന്ന ആക്റ്റാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന വ്യാജരേഖകൾ ചമയ്ക്കുന്നതിനുള്ള പൊതുവായ ശിക്ഷയെ ഉൾക്കൊള്ളുന്നു. വ്യാജരേഖ ചമയ്ക്കുക ഏതൊരാൾക്കും 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുമെന്നാണ് ഇത് പറയുന്നത്. ഈ വ്യവസ്ഥ ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജാമ്യം ലഭിക്കുവാനും വിചാരണ ചെയ്യുകയുമാണ്. അടുത്തത് ഇവരുടെ നാലാമത്തെന്ന് പറയുന്നത് 239(b) ആണ് നാലാമത്തത്. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊതുസ്ഥലത്തോ സമീപത്തോ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും അശ്ലീല ഗാനം, ബല്ലാഡ് വാക്കുകൾ എന്നിവ പാടുന്നത്, ചൊല്ലുന്നത് അല്ലെങ്കിൽ ഉച്ചരിക്കുന്നത് ശിക്ഷാർഹമാണ്. ഈ കുറ്റകൃത്യത്തിന് പരമാവധി 3 മാസം തടവോ 1000 രൂപ പിഴയോ. ഇതാണ് നാലാമത്തെ. അതൊക്കെ എന്തുവാണ് ഇതിനകത്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അടുത്തത് BNS അഞ്ചാമത്തത് 351 വകുപ്പ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റൊരാളുടെയോ വ്യക്തിയെയോ പ്രശസ്തിക്കോ സ്വത്തിനോ പരിക്കേൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ അവരുടെ നിയമപരമായ അവകാശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നതുമായി ബാധിക്കുന്ന കാര്യമാണ് അത്. ഇനി അടുത്തത് പോലീസ് ആക്ട്. ഈ പോലീസ് ആക്ട് പ്രകാരം പോലീസ് ആക്ട് 119(b) എന്താണ് ഇതിനകത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാലും 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 119(1)(b) പ്രകാരം സ്ത്രീയുടെ ന്യായമായ സ്വകാര്യതയ്ക്ക് ഹാനികരമായ രീതിയിൽ ഫോട്ടോ എടുക്കുകയോ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് അത്. ഇനി അടുത്തത് മെഡിക്കലിന്റെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് 2021 37ാമത്തെ വകുപ്പ് പ്രകാരം കേരള സ്റ്റേറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് സെക്ഷൻ
37 പ്രകാരം അംഗീകൃത യോഗ്യതയും സാധുവായ സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്കും കർശനമായ ശിക്ഷകൾ നേടിയെടുക്കേണ്ടി വരും. കുറ്റകൃത്യങ്ങൾക്ക് 2 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ പിഴയോ 1 മുതൽ 4 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ലഭിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഇപ്പം നിലവിൽ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്ന വകുപ്പുകളും കേസുകളും. കേസ് നിങ്ങൾ വായിച്ചല്ലോ. ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ആ FIR വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കൊടുക്കാൻ വേണ്ടി ഇട്ട സാധനമാണ്, ചെറിയ സാധനമൊന്നുമല്ല. ഇത് കൊടുക്കാൻ വേണ്ടി വട്ടത്തിൽ വരിഞ്ഞു മുറുകാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനെല്ലാം വ്യക്തമായ പ്രൂഫുകൾ, തെളിവുകൾ ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അവരുടെ വോയിസിനകത്ത് അവർ പറയുന്നുണ്ട് ചില പ്രൈവറ്റ് ഏരിയാസിലൊന്നും അവർക്ക് CC ക്യാമറ എന്ന് പറയുന്നൊരു സാധനം ഇല്ലയെന്ന്, അതൊന്നും അവരോട് വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ആയിരിക്കും മേ ബി ഈ ഇപ്പം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അശ്ലീലം പറയുക, ഫോട്ടോ എടുക്കുക, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. അതൊക്കെ മേ ബി ആ സ്ഥലങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നട്ടെ. ഇനി ഈ ഒരു സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ എന്താണെന്നും ആ സ്ഥാപനത്തിന് കസ്റ്റമേഴ്സിനെ ഏത് രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നതും അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് ഈ പറയുന്ന ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ് തന്നെ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ബൈറ്റും കൂടെ ഞാൻ വെക്കാം, അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ പോവുക. കാരണം നമ്മളൊരു സാധനം കാണുമ്പോൾ ആ ടെയിലൻ്റ് ഉണ്ടല്ലോ, ആ ടെയിലൻ്റ് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അവർ സാധൂകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതും കൂടെ കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പം ശരി. ട്രിവാൻഡ്രത്ത് ഒരു ക്ലിനിക്കിൽ പോവുകയാണെങ്കിലും ഒരു തൃശ്ശൂർ ഒരു ക്ലിനിക്കിൽ പോവുകയാണെങ്കിലും ഞങ്ങളുടെ ഡോക്ടേഴ്സിന് ഒരു സെറ്റ് ഫോർമാറ്റ് ഓഫ് അനാലിസിസ് ഉണ്ട്. ഇന്നത് പോലെ. അതുമാത്രമല്ല, നമ്മുടെ ക്ലിനിക്കിൽ മാത്രമായിരിക്കും ഈ 4 BRP 5 BRP അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണ് ഇപ്പം അതിന് മൊത്തമായിട്ടൊരു കണക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലൂഫർ ഷെരീഫിനെ കാണണമെന്നില്ല. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിൽ തുറന്നു പറയാം, ഞാൻ ആകെ ഒരു 6 ദിവസമേ ഞാൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുള്ളൊരു മാസത്തിൽ. 2 ദിവസം കൊച്ചിയിൽ, 1 ദിവസം കണ്ണൂർ, 1 ദിവസം കാലിക്കറ്റ്, 1 ദിവസം തൃശ്ശൂർ, 1 ദിവസം ട്രിവാൻഡ്രം. ദ ബിസിനസ് ഇസ് സ്റ്റിൽ ഗ്രോയിങ്. നോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിനൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ടാക്കി. ഇപ്പോൾ ഒരു ഇൻഫോസിസിൻ്റെ ഷിബുലാൽ സാറ് പണ്ട് നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഞാനൊരു ഒരു ഫുൾ ഒരു ചാർട്ട് പേപ്പറിൽ എൻ്റെ മൊത്തം ആ ഒരു കാര്യം ഞാൻ എഴുതി കാണിച്ചു കൊടുത്തു. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാറ് വരുന്നതിൻ്റെ പ്രകാരം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലത്തെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് ഇതുപോലത്തെ ഒരു ടച്ച് പോയിൻറ്റ്സ് ഇതായിരിക്കണം. അപ്പോൾ ഷിബുലാൽ സാറിന് കൂടെ വന്ന ഒരാൾ പറഞ്ഞു ഇതൊന്നും ഇങ്ങനെ കാണിക്കാൻ പാടില്ല, ഇതൊക്കെ കോടിക്കണക്കിനുള്ള വില ഉള്ള ഒരു ബ്രെയിൻ മാപ്പിംഗ് ആണ് താനീ ചെയ്തത്. അപ്പോൾ അപ്പോൾ എനിക്കൊരു എഷ്യൂറൻസ് പല സ്ഥലത്തുനിന്നും കിട്ടിയിരുന്നു, എൻ്റെ വഴി ശരിയാണ്, ഞാനിത് ചെയ്യുന്ന രീതിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കായ സ്കിൻ ക്ലിനിക്, അതിപ്പോൾ ഇന്ത്യ മൊത്തമുള്ളൊരു ഒരു ബ്രാൻഡല്ലേ. അവിടെ ആരെങ്കിലും ഡോക്ടറെ ചോദിച്ചിട്ടാണോ പോണത്? അല്ല. അപ്പോൾ അതിന് ഉത്തരം കിട്ടിയല്ലോ. സോ ദർ ഇസ് എ സിസ്റ്റം ആൻഡ് ദർ ഇസ് എ ബ്രാൻഡ് ദാറ്റ് ദേ ഡെവലപ്ഡ്. അതിനനുസരിച്ച് പ്രോഗ്രസീവായിട്ട് നമുക്കൊരു മെഡിക്കൽ ടീമുണ്ട്, ഒരു മെഡിക്കൽ ഡയറക്ടർ ഉണ്ട്, ഒരു ടെക്നിക്കൽ ടീമുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ടീമിനെ ഇപ്പോഴും ഹെഡ് ചെയ്യുന്നത് ഞാനാണ്. ഒരു ബിസിനസ് എൻ്റെ ഹെഡ് ചെയ്യുന്നത് ആരായിരിക്കണം? എനിക്കൊരിക്കലും ബിസിനസ് എൻഡിൻ്റെ ഭാഗമാവണമെന്നില്ല. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് വെച്ചാൽ ഞാനിത് തുടങ്ങിയത് എനിക്ക് അറിയായിരിക്കും, ഞാനിത് തുടങ്ങിയത് എൻ്റെ പാഷനാണ്. ഞാനിതൊരു ബിസിനസ്സായിട്ട് തുടങ്ങണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടല്ല. ഞാൻ എൻ്റെ കല്യാണം കഴിച്ച് നാട്ടിലോട്ട് വന്നതിൻ്റെ പേരിൽ പഠിച്ചത് ഞാൻ ഒരു ഓക്കെ ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ഔട്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാനിത് തുടങ്ങിയത്. ഇപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു ചീത്തവിളി സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും വെച്ചാൽ ഞാനൊരു ഫോറിൻ ഡിഗ്രി ഡോക്ടറാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു കൺവെൻഷണൽ MD ഡെർമറ്റോളജി എടുക്കാണ്ട് ഞാനിപ്പോഴും ഞാൻ പറയാം, ഞാൻ വീണ്ടും ആളുകൾ എൻ്റെ അടുത്ത് ഇത് ഈ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അന്നൊരു MD ഡെർമറ്റോളജി എടുക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഞാനത് ചെയ്തായിരുന്നോ, അത് മതിയായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നോ, ഇപ്പോഴും ഐ വുഡ് ടേക്ക് സ്റ്റിൽ ദ സെയിം ചോയ്സ്. ബിക്കോസ് അല്ല ഇവിടുത്തെ ഓരോ ഡോക്ടർമാർ MD കഴിഞ്ഞിട്ട് എന്തിനാ പിന്നെ ഫോറിൻ സ്ഥലത്ത് പോയിട്ട് പിന്നെ ട്രെയിൻ ചെയ്യണേ? റോബോട്ടിക് കാര്യവും മറ്റതും ഇതൊക്കെ ഓരോ ഈ ഫില്ലർ ബോട്ടോക്സ് എല്ലാം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത കാര്യമോ അല്ലല്ലോ, പുറത്തുനിന്ന് ഡെവലപ്പ് ചെയ്ത കാര്യമല്ലേ. അപ്പോൾ പിന്നെ ഇവരെല്ലാവരും പിന്നെ എന്തിനാ അത് പഠിക്കാൻ നിൽക്കണേ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് കുറ്റം പറയാൻ ആർക്കും പറ്റും. ഇത് 15 കൊല്ലമായിട്ട് ഞാൻ ഈ പണി ചെയ്തത് ആരും ഇതുവരെ എന്നെ പിടിക്കാൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്ത് ശരിയല്ലേ? അപ്പോൾ ഞാൻ എന്നും അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കോസ്മെറ്റോളജി ഇൻഡസ്ട്രിയിൽ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സർട്ടൺ ടൈം എടുത്ത ചോയ്സസ് കാരണമായിരുന്നു ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് എനിക്ക് ആ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനും എനിക്ക് പറ്റുന്നത്. മുന്നിൽ വരുന്ന കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന രീതിയിൽ ഇപ്പോഴും പല ക്ലിനിക്സിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നില്ല.
ഐ എം എഗെയിൻസ്റ്റ് ഇറ്റ്. ഞാനിപ്പോൾ തുറന്ന് പറയാം, മോർഫിയസ് എന്ന് പറയുന്ന സിസ്റ്റം, കാർബൺ ലേസർ, അതൊക്കെ കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ഇറ്റ്. ഇപ്പോൾ ഒരു സ്കൾപ്ട്ര എന്ന് പറഞ്ഞ അതൊക്കെ US ചത്തുടങ്ങി കഴിഞ്ഞ് അതൊക്കെ അവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് ചെയ്യുന്ന ആളുകൾ ഇപ്പം ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അവർ ട്രെയിൻഡായിട്ട് അവർ ചെയ്ത് കൂട്ടുന്നതിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പോൾ സോൾവ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ സ്കൾപ്ട്ര തെറ്റെന്നല്ല, പല കാര്യങ്ങൾക്കും ശരിയും തെറ്റും ഉണ്ട്. പേഷ്യൻ്റ് സിലക്ഷൻ ഇപ്പോഴും ആളുകൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ആൻഡ് ഐ ഫീൽ ആ ടീം ഓഫ് ഡോക്ടേഴ്സ് ആർ വെരി വെൽ എക്യുപ്ഡ്. കാരണം ഇന്നതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല. മുഖത്ത് ഫില്ലർ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു ചിന്നും ഒരു ലിപ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വോളിയം ലോസിന് ഫില്ലർ ഇഷ്ടം. അപ്പോൾ ദർ ആർ റിയലി ഗുഡ് നോംസ് ആൻഡ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ദാറ്റ് വി ഹാവ് ടേക്കൺ ഇൻ ദ ക്ലിനിക്. ഇത് പറ്റില്ല. പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതിൻ്റെ അർത്ഥം നമുക്കത് വേണ്ട. പക്ഷേ കസ്റ്റമേഴ്സ് നഷ്ടപ്പെടില്ലേ? യുനോ വാട്ട്, എനിക്കൊരു ബ്രാൻഡ് സസ്റ്റെയിൻ ചെയ്താൽ മതി. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഹൈപ്പ് കാരണം ഞാൻ ബിലീവ് ചെയ്യാത്ത കാര്യം എനിക്ക് കൊടുക്കാൻ റെഡിയല്ല. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സിൻ്റെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ ടെക്നിക്കൽ വശമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെനിക്കൊന്ന് ഓൾ ദ ഡോക്ടേഴ്സ് ഹൂസ് വർക്ക്ഡ് അണ്ടർ മീ, ഇതിപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തിപ്പുറത്തൊക്കെ നമ്മുടെ ടീമുകാർ എൻ്റെ ക്ലിനിക്ക് തുടങ്ങിയവരെല്ലാവരും ഞാൻ ട്രെയിൻ ചെയ്തവർ തന്നെയല്ലേ. അപ്പോൾ അവരെല്ലാവരും സമ്മതിക്കാൻ പോകുന്നൊരു കാര്യം തന്നെയാണ്. ടെക്നിക്കലി ഐ തിങ്ക് ഐ നോ ഹൗ ടു ഗെറ്റ് ദിസ് റൈറ്റ്. അതിന് എങ്ങനെ കറക്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെക്കണം എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡ്. അതിനൊരു ബിസിനസ് റവന്യൂ എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നും എനിക്ക് കമേഴ്ഷ്യലൈസ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ തോട്ട്സ് മാറിപ്പോയാലോ. അതുകൊണ്ട് ഐ എം ഓൺലി ഇൻ ദ ടെക്നിക്കൽ പാർട്ട് ഓഫ് ദി ബ്രാൻഡ് ആൻഡ് ഐ ലൈക്ക് ദാറ്റ്. ഓക്കെ, അടിപൊളി.